നീതിയുടെ സാക്ഷികളാവുക എന്ന തലക്കെട്ടിൽ ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗം മലപ്പുറം ജില്ലാ കമ്മിറ്റി വളാഞ്ചേരി ഏരിയയിൽ വെച്ച് നടത്തിയ സുഹൃത്ത് സംഗമം ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. സ്ത്രീകൾ അവർക്ക് സ്വന്തമായി ഒരിടം കണ്ടെത്തണമെന്നും അനീതിക്കെതിരെ പ്രതികരിക്കാനുള്ള ആർജവം കാണിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഫസീല ടീച്ചർ സൂചിപ്പിച്ചു. വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ജോലിയിടങ്ങളിലോ നമ്മുടെ സൗഹൃദ വലയങ്ങൾക്കിടയിലോ ഒക്കെ ഇത്തരത്തിലുള്ള അനീതി കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു മനസ്സ്, ഒരു ആർജവം കാണിക്കുക എന്നുള്ളത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഒരു സ്ത്രീ സമൂഹം എന്ന് പറയുമ്പോൾ പഴയ കാലഘട്ടത്തെ പോലെയല്ല. ഇന്ന് ഓരോ സ്ത്രീകളും തങ്ങളുടെ സ്വത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്കുള്ള ഇടം, സ്ത്രീക്ക് സ്വന്തമായി ഒരു ഇടം കണ്ടെത്തുന്നതിന് അല്ലെങ്കിൽ അതിനെ ധീരമായി പ്രഖ്യാപിക്കുന്ന ഒരു വേദിയാണിത്. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു വേദിയിൽ നിൽക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരിടം കണ്ടെത്തുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ ഓരോ സ്ത്രീകളും തയ്യാറാവുക എന്നുള്ളത് അതിന്റെ പരമപ്രധാനമായിട്ടുള്ള കാര്യം തന്നെയാണ്. ജില്ലാ സെക്രട്ടറി സാബിറ ടീച്ചർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് CV ജമീല ടീച്ചർ സൗഹൃദ സന്ദേശം കൈമാറി. ഹംനയുടെ കിറാത്തോടെ ആരംഭിച്ച യോഗത്തിൽ ഷാദിയ മറിയം സൗഹൃദഗാനം ആലപിച്ചു. വിവിധ സാമൂഹിക, സാംസ്കാരിക, മതരാഷ്ട്രീയ സേവന മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം വനിതകളെ ഉൾപ്പെടുത്തി നടത്തിയ സുഹൃത്ത് സംഗമം അതിന്റെ പ്രമേയം കൊണ്ടും സംഘാടനം കൊണ്ടും ഏവർക്കും വേറിട്ട അനുഭവമായി. ഇത്തരം സംഗമങ്ങൾ കാലിക പ്രസക്തവും മാതൃകാപരവുമാണെന്ന് പ്രതിനിധികൾ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടു. ജമാഅത്ത് ഇസ്ലാമി വളാഞ്ചേരി ഏരിയ വനിതാ കൺവീനർ സോഫിയ സാഹിബ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ജസിന നന്ദി പ്രകാശനം നിർവഹിച്ചു. പലപ്പോഴും നീതി, സമത്വം, തുല്യത എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ചിത്രീകരിക്കുന്നത് സ്ത്രീകളെ കുറിച്ചായിരുന്നു. പൊതുവെ സമൂഹത്തിൽ പുരുഷാധിപത്യത്തിന്റെ ഒരു കാലഘട്ടത്തിൽ ഇന്ന് അങ്ങനെയൊന്നുമില്ല. എന്നാൽ ചില കുടുംബങ്ങളിലൊക്കെ താരതമ്യേന കുറവാണെങ്കിലും പല കുടുംബങ്ങളിലും ഇന്ന് അത്തരത്തിലുള്ള നീതി ഇല്ലായ്മ നിലനിൽക്കുന്നുണ്ട്. ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് നീതി കാണിക്കാത്ത, സഹോദരി സഹോദരന്മാരോട് നീതി കാണിക്കാത്ത ഒരു സാധ്യത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇന്നും പല കുടുംബങ്ങളിലും. യഥാർത്ഥത്തിൽ നീതിബോധത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കേണ്ടത് നമ്മളുടെയൊക്കെ വീട്ടകങ്ങളിൽ നിന്നാണ്. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. സാഫ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് സ്ഥാപിതമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് സാഫ് എഡ്യൂക്കേഷൻ. അവർ കോഴ്സസ് PGDCA, DCA, ഡാറ്റ എൻട്രി, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, ടാലി ആൻഡ് GST, ഓട്ടോകാഡ്, ഗ്രാഫിക് ഡിസൈനിംഗ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം. പെൺകുട്ടികൾക്കായി 1 വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ TTC, പ്രീ പ്രൈമറി TTC, ഫാഷൻ ഡിസൈനിംഗ് TTC കോഴ്സുകൾ. സാഫ് എഡ്യൂക്കേഷൻ വളാഞ്ചേരി.